അങ്ങനെ ഇന്ന് അവൾ തിരിച്ചു പോവുകയാണേ. കുറച്ച് ദിവസമായിട്ട് നല്ല ഉറക്കക്ഷീണം ഉള്ളത് കൊണ്ട് വണ്ടി കയറിയപ്പോൾ തൊട്ട് അവൾ ഉറങ്ങാൻ തുടങ്ങിയിരുന്നേ. ഈ യാത്രാക്ഷീണം ഓർത്തിട്ട് ദൂരെ പോയി പഠിക്കണ്ടായിരുന്നു ഇപ്പോൾ അവൾ ആലോചിക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും പോവാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇതിനു മുമ്പ് യാത്രയാക്കാൻ കൂടെ പോയിട്ടുണ്ടെങ്കിലും ഇത്രയും സങ്കടവും പ്രയാസവും ഞാൻ അനുഭവിച്ചിട്ടുണ്ടാവില്ല കേട്ടോ. ഈ വട്ടം അവൾ തിരിച്ചു പോകുമ്പോൾ എന്തെന്നറിയാത്തൊരു സങ്കടം എന്നെ ഭരിക്കുന്നുണ്ട്. കഴിഞ്ഞ ലൈബ്രറിയിലെ വീഡിയോ ഇട്ടപ്പോൾ അതെവിടെയാണെന്നും എങ്ങനെ ബുക്ക് എടുക്കാമെന്നൊക്കെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. റാന്നി മർത്തോമ ഹോസ്പിറ്റലിന്റെ അടുത്ത് PGT ഹാളിന്റെ അതേ ബിൽഡിങ്ങിൽ തന്നെയാട്ടോ ലൈബ്രറി ഉള്ളത്. അവളെ കൊണ്ട് വിട്ടിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ഇൻസ്റ്റന്റ് ഇടിയപ്പം വാങ്ങിച്ചേ. ബോയിലാ ചെയ്യേണ്ടതെന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ. എന്നാലും ഞാനൊന്ന് സ്റ്റീം ചെയ്ത് നോക്കാമല്ലോ എന്ന് ഓർത്തു. പക്ഷെ നടന്നില്ല. പിന്നെ അതൊന്ന് ബോയിലാക്കി നോക്കിയപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് പനിക്ക് കുറവൊന്നും ഇല്ലാത്തതുകൊണ്ട് ആമിയുടെ അപ്പായും അമ്മയും ഞാനും കൂടെ ഹോസ്പിറ്റലിൽ അങ്ങ് പോയേ. കഴിഞ്ഞ ദിവസം ജോലിക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ആമിയുടെ പപ്പായെ വണ്ടി ഒന്ന് ഇടിച്ചിരുന്നേ. അതിൻ്റെ സ്റ്റിച്ചും ഇന്നായിരുന്നു എടുക്കണ്ടേ. ഹെൽമെറ്റ് ഉള്ളത് കൊണ്ട് വലിയൊരു അപകടം ഒഴിവായെന്ന് തന്നെ പറയാം കേട്ടോ. ഞങ്ങളെന്നാൽ കുറച്ച് മെഡിസിനൊക്കെ മേടിക്കട്ടെ കേട്ടോ. അപ്പം ശരി, ഇനി നാളെ കാണാമേ.